നിലത്തുനിന്നും ഒരു കോയിൻ കിട്ടിയ ഇയാൾ അതെടുത്ത് നേരെ ഒരു സ്ലോട്ട് മെഷീനിൽ ഇട്ടുപട്ടണമർത്തിയ ആദ്യ ശ്രമത്തിൽ തന്നെ അയാൾക്ക് ജാക്ക്പോട്ട് അടിച്ചു. കടയുടമ അത്ഭുതത്തോടെ നോക്കി നിൽക്കെ അയാൾ പണവുമായി അടുത്ത കളിസ്ഥലത്തേക്ക് നടന്നു. 3 കാർഡുകളിൽ നിന്ന് ക്വീനെ കണ്ടെത്തലായിരുന്നു അടുത്ത കളി. ആദ്യ തവണ $100 പന്തയം വെച്ച അയാൾ ശരിയായ ക്വീൻ കാർഡ് കണ്ടെത്തി പണം ഇരട്ടിയാക്കി. ഗെയിം മാസ്റ്റർ വീണ്ടും വെല്ലുവിളിച്ചപ്പോൾ അയാൾ അത് സ്വീകരിച്ചു. ശ്രദ്ധയോടെ നോക്കിനിന്ന അയാൾ ഇത്തവണ അവസാന കാർഡിൽ $500 പന്തയം വെച്ചു. അതും ക്വീൻ ആയിരുന്നു. ഇതുകണ്ട് ദേഷ്യം വന്ന ഗെയിം മാസ്റ്റർ അടുത്ത വെല്ലുവിളി നൽകി. എന്നാൽ ഇത്തവണ കാർഡുകൾ ഇളക്കിമറിക്കുമ്പോൾ അയാൾ ശ്രദ്ധിച്ചതേയില്ല. എന്നിട്ടും അയാൾ തിരഞ്ഞെടുത്ത നടുവിലെ കാർഡും ക്വീൻ തന്നെയായിരുന്നു. അതോടെ ദേഷ്യം മൂത്ത ഗെയിം മാസ്റ്റർ പണം തരാതെ ഓടിപ്പോയി. അടുത്തതായി ഒരു നായപ്പന്തയം നടക്കുന്നിടത്തേക്കാണ് അയാൾ പോയത്. ടിക്കറ്റ് എടുത്ത് 1-ാം നമ്പർ നായയ്ക്കുമേൽ അയാൾ പണം വെച്ചു. അയാളുടെ നായ മുന്നിലായിരുന്നു. എന്നാൽ അടുത്തിരുന്ന് കളി തോറ്റുകൊണ്ടിരുന്ന ഒരു വൃദ്ധൻ 9-ാം നമ്പർ നായയ്ക്കായിരുന്നു പന്തയം വെച്ചിരുന്നത്. അയാൾ വൃദ്ധനോട് ടിക്കറ്റുകൾ പരസ്പരം മാറാൻ ആവശ്യപ്പെടുകയും വൃദ്ധൻ സന്തോഷത്തോടെ അത് മാറുകയും ചെയ്തു. പെട്ടെന്ന് ഒരു ഗ്ലാസ് വെള്ളം മറിഞ്ഞു വീണ് ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാവുകയും ക്യാമറ ഓഫായതോടെ നായ്ക്കൾ അതിനു ചുറ്റും മണപ്പിച്ചു നിൽക്കുകയും ചെയ്തു. ഒടുവിൽ 9-ാം നമ്പർ നായ ജയിച്ചു. വൃദ്ധൻ ഞെട്ടിപ്പോയി. ഒപ്പം അയാൾക്കും ആശയക്കുഴപ്പമായി. തോൽക്കാൻ ശ്രമിച്ചിട്ടും അയാൾ വീണ്ടും ജയിക്കുകയാണുണ്ടായത്.